പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ഓഗസ്റ്റ് 1 ശനിയാഴ്ച. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം. യഹോവയുടെ ദാസനായ മോശയുടെ മരണശേഷം യഹോവ നൂന്റെ മകനായി മോശയുടെ ശുശ്രൂഷകനായ യോശുവയോട് അരുളി ചെയ്തത്. ഈ വചനം ഒരു ചരിത്ര വിവരണം മാത്രമല്ല, എല്ലാ തലമുറയോടും ദൈവം പറയുന്ന ഒരു ജീവിക്കുന്ന സന്ദേശമാണ്. മോശ എന്ന മഹാനായ നേതാവ് മരിച്ചിരിക്കുന്നു. ഒരു യുഗം അവസാനിച്ചു. ഇസ്രായേൽ ജനത്തിന് അത് ദുഃഖത്തിൻ്റെയും അനിശ്ചിതത്വത്തിൻ്റെയും സമയമായിരുന്നു. എന്നാൽ അതേ സമയത്ത് ദൈവം നിശബ്ദനായിരുന്നില്ല. അവൻ യോശുവയെ വിളിച്ചു. കാരണം ദൈവത്തിൻ്റെ പദ്ധതികൾ ഒരാളുടെ മരണത്തോടോ ഒരു കാലഘട്ടത്തിൻ്റെ അവസാനത്തോടോ അവസാനിക്കുന്നില്ല. ഇന്നും നമ്മുടെ ജീവിതത്തിൽ ചില ബന്ധങ്ങൾ അവസാനിച്ചിരിക്കാം, ചില അവസരങ്ങൾ നഷ്ടപ്പെട്ടിരിക്കാം, ചില സ്വപ്നങ്ങൾ തകർന്നിരിക്കാം. എന്നാൽ ദൈവം ഇന്നും നമ്മോട് പറയുന്നു, എഴുന്നേൽക്കൂ, മുന്നോട്ട് നീങ്ങൂ. കാരണം അവസാനങ്ങൾക്കപ്പുറം ആരംഭങ്ങൾ ഒരുക്കുന്ന ഒരു ദൈവമാണ് നമ്മുടേത്. മനുഷ്യൻ ഒരു വാതിൽ അടയുന്നത് കാണുമ്പോൾ ദൈവം മറ്റൊരു വാതിൽ തുറക്കും. മോശയുടെ മരണം ഒരു അവസാനമായിരുന്നു. എന്നാൽ യോശുവയുടെ ദൗത്യം ഒരു പുതിയ ആരംഭമായിരുന്നു. ജീവിതത്തിൽ നഷ്ടങ്ങൾ വരാം, പരാജയങ്ങൾ വരാം, കണ്ണുനീർ നിറയുന്ന രാത്രികൾ ഉണ്ടാകാം. എന്നാൽ ദൈവത്തിൻ്റെ ഭാഷയിൽ ഓരോ അവസാനവും ഒരു പുതിയ വിളിയുടെ തുടക്കം. നമ്മുടെ ഇന്നലെയുടെ പരാജയം നമ്മുടെ നാളെയുടെ വിധിയല്ല. നമ്മുടെ മുറിവുകൾ നമ്മുടെ ഭാവിയെ നിർണയിക്കുന്നില്ല. ദൈവം നമ്മെ മുന്നോട്ടാണ് വിളിക്കുന്നത്. വീണ്ടും നാം വേദഭാഗത്തിൽ കാണുന്നു, ദൈവം വിളിക്കുന്നത് ആശ്വാസത്തിലേക്കല്ല, ദൗത്യത്തിലേക്കാണ്. യോശുവ മോശയെ ഓർത്ത് ദുഃഖിച്ചിരിക്കുമ്പോൾ ദൈവം അവനോട് പറഞ്ഞില്ല, ഇനി വിശ്രമിക്കും. പകരം അവൻ പറഞ്ഞു, എഴുന്നേറ്റ് ഈ യോർദാൻ കടക്കുക. വിശ്വാസം എന്നത് നിൽക്കുന്നതല്ല, നടക്കുന്നതാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ആത്മീയ ജീവിതം പിന്നോട്ട് നോക്കി ജീവിക്കുന്നതല്ല, ക്രിസ്തുവിനെ നോക്കി മുന്നോട്ട് സഞ്ചരിക്കുന്നതാണ്. നമ്മുടെ ഭയങ്ങളെക്കാൾ വലിയവനാണ് നമ്മെ വിളിക്കുന്ന ദൈവം. നമ്മുടെ ബലഹീനതയേക്കാൾ ശക്തമാണ് അവൻ്റെ കൃപ. നമ്മുടെ സംശയങ്ങളെക്കാൾ ഉറപ്പുള്ളതാണ് അവൻ്റെ വാഗ്ദാനം. വീണ്ടും വേദഭാഗം പറയുന്നു, ദൈവത്തിൻ്റെ വിളിക്കനുസരിക്കുന്നവർ ചരിത്രം മാറ്റുന്നു എന്ന്. യോശുവ ഒരു രാജാവായിരുന്നില്ല, അവനൊരു സാധാരണ ശുശ്രൂഷകനായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വിളി സ്വീകരിച്ചപ്പോൾ അവനൊരു ജനതയെ വാഗ്ദത്ത ദേശത്ത് എത്തിച്ച നേതാവായി. ദൈവം വലിയ കഴിവുകളേക്കാൾ വലിയ അനുസരണമാണ് അന്വേഷിക്കുന്നത്. നാം ചെറിയ വിശ്വസ്തയോടെ ദൈവത്തോടൊപ്പം നടക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തെ വലിയ അനുഗ്രഹത്തിൻ്റെ ഉപകരണമാക്കും. ഇന്ന് ദൈവം നമ്മോട് ഓരോരുത്തരും ചോദിക്കുന്നു, നീ ഇന്നലെയിൽ കുടുങ്ങിക്കിടക്കുമോ, അതോ എന്നോടൊപ്പം മുൻപോട്ട് നടക്കുമോ? ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. പഴയത് കഴിഞ്ഞു, പുതിയ വഴികൾ ഞാൻ ഒരുക്കുന്നു. എഴുന്നേൽക്കുക, മുന്നോട്ട് നീങ്ങുക. ഇന്നലെയുടെ പരാജയങ്ങളിലല്ല, നാളെയുടെ വാഗ്ദാനങ്ങളിൽ നമുക്ക് ജീവിക്കുവാൻ ശ്രമിക്കാം. ദൈവം വിളിക്കുന്നിടത്ത് ദൈവം വഴിയും ഒരുക്കും. അവൻ വഴിയൊരുക്കുന്നിടത്ത് അവൻ്റെ അനുഗ്രഹം കൂടെ ഉണ്ടാകും. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ഭയങ്ങളും സംശയങ്ങളും അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കും. ഇന്നലെയുടെ നഷ്ടങ്ങളിൽ ഞങ്ങളെ ബന്ധിക്കാതെ അങ്ങ് ഒരുക്കിയിരിക്കുന്ന പുതിയ വഴികളിലേക്ക് വിശ്വാസത്തോടെ നടക്കുവാൻ ഞങ്ങൾക്ക് ധൈര്യം നൽകണമേ. അങ്ങയുടെ വിളി കേൾക്കുന്ന ഹൃദയവും അനുസരിക്കുന്ന മനസ്സും മുൻപോട്ട് സഞ്ചരിക്കുന്ന വിശ്വാസവും ഞങ്ങൾക്ക് ദാനമായി നൽകണമേ. ഞങ്ങളുടെ ഓരോ ചുവടും അങ്ങയുടെ കരങ്ങളിൽ സുരക്ഷിതമാകട്ടെ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.